പ്രിയമുള്ളവരെ നമസ്കാരം. ഈദ്ഗാഹ് മസ്ജിദ് ഉൾപ്പെടെ മദ്രസകളും അനധികൃത കയ്യേറ്റത്തിൽപ്പെട്ട മസ്ജിദുകളുമൊക്കെ പൊളിച്ചു നീക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരിന് പച്ചക്കൊടി നൽകിയിരിക്കുക തന്നെയാണ് ഇപ്പോ സുപ്രീം കോടതി. ഗുജറാത്തിൽ സോമനാഥ നഗറിൽ അനധികൃതമായിട്ട് കയ്യേറിയിരിക്കുന്ന മസ്ജിദുകളും മദ്രസകളും പൊളിച്ചു മാറ്റരുത് എന്നുള്ള ആവശ്യവുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച തീവ്രമായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്നു സുപ്രീം കോടതി. പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ഈ ഒക്ടോബർ മാസം 16 നടക്കുന്ന ഹിയറിംഗിൽ സർക്കാരിന്റെ അഭിപ്രായം പറയുന്നതുവരെ യാതൊരുവിധ തടസ്സങ്ങളും ഏർപ്പെടുത്താൻ സാധിക്കില്ല എന്നും, അതുപോലെ തന്നെ ഈ 16 നടക്കുന്ന ഹിയറിംഗിൽ സർക്കാരിന്റെ അഭിപ്രായം എന്താണ് ആരാഞ്ഞതിനു ശേഷം അതിനുശേഷം ഈ ഹർജിയിൽ ഉചിതമായിട്ടുള്ള അഭിപ്രായം പറയാൻ സാധിക്കുള്ളൂ എന്നുള്ള നിലപാടിൽ ആ ഹർജി പാടെ അവഗണിച്ച ഒരു സ്ഥിതിയാണുള്ളത്. സർക്കാരാണെങ്കിൽ ബുൾഡോസറുകളും ഹിറ്റാച്ചിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അനധികൃത കയ്യേറ്റങ്ങളെ, സോമനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള എല്ലാ അനധികൃത കയ്യേറ്റങ്ങളെയും കൃത്യമായിട്ട് ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ സുപ്രീം കോടതി അതിനെ തടസ്സപ്പെടുത്തില്ല എന്നുള്ള പ്രഖ്യാപനം വളരെ വ്യക്തതയോടുകൂടിയിട്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ജിഹാദി തീവ്രവാദികളുടെ മനസ്സിൽ തെല്ലൊന്നുമല്ല നൊമ്പരമേൽപ്പിച്ചിരിക്കുന്നത്. ഇവരിപ്പോ ആകെ വിളറി പൂണ്ടിട്ട് ഇനി സുപ്രീം കോടതിയെ കൂടി മതപരമായിട്ട് ചാപ്പ കുത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളും അനധികൃതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളുടെ നിർമ്മാണവും, അതുപോലെ തന്നെ മദ്രസ എന്ന പേരിൽ വളരെ നിഗൂഢത നിറഞ്ഞ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ച് ആർക്കും പരിചയമില്ലാത്ത അപരിചിതരായിട്ടുള്ള ആൾക്കാരെ താമസിപ്പിച്ചുകൊണ്ട് തീവ്രവാദ പരിശീലനം പോലും നടത്തുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങളും ഇത്തരത്തിൽ മദ്രസയുടെയും മസ്ജിദിന്റെയും ഒക്കെ പേരിൽ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ നിരീക്ഷിക്കുവാനും, ഇത്തരത്തിൽ അനധികൃതമായിട്ടാണ് നിർമ്മാണം നടക്കുന്നത് എങ്കിൽ, കയ്യേറ്റങ്ങളാണ് എങ്കിൽ അത് പൊളിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള ധീരോദാത്തമായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സർക്കാരിനെയും ആ സർക്കാരിനെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടറെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും സർക്കാരിനെയും ഒക്കെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ സുപ്രീം കോടതി സർക്കാരിന്റെ നിലപാടുകൾ പിന്തുണ കൊടുത്തുകൊണ്ട് അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനെ തടസ്സപ്പെടുത്താനാവില്ല എന്ന ജിഹാദികളുടെ മുഖത്ത് നോക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു വളരെ ആനന്ദകരമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമ്മെ തേടിയെത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള എല്ലാ മദ്രസ മസ്ജിദുകളുടെ കയ്യേറ്റ നിർമ്മാണത്തെയും തടയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരുകൾക്ക് സാധിക്കണം. ഇന്ന് ഗുജറാത്ത് സർക്കാരിന്റെ ഈ മാതൃകാപരമായിട്ടുള്ള ഈ സോമനാഥ നഗറിന്റെ ഈ പൊളിച്ചു നീക്കൽ നടപടി അത് നമ്മുടെ കേരളത്തിന്റെ പിണറായി സർക്കാരും ഇത്തരത്തിൽ ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് വളരെ, പിണറായി തന്നെ ഇന്ന് രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ സങ്കേതമായിട്ട് മലപ്പുറം ജില്ലയൊക്കെ പറയുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കേരളത്തില് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ സങ്കേതങ്ങളെയും അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തകരുടെ താവളങ്ങളെയും ഒക്കെ നമുക്ക് ഈ കേരളത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഗുജറാത്ത് സർക്കാർ മുന്നോട്ട് വെച്ച ഈ ആശയം യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്, നമ്മുടെ മലയാള നാട്ടിലാണ്. നന്ദി, നമസ്തേ.